കാശിയും നന്ദുവും ഹൈവേ റോഡ് മുഴുവൻ തിരഞ്ഞു. കാശിയേട്ടാ, സ്നേഹമോളെയും പ്രിയമോളെയും കാണാൻ പറ്റിയില്ലല്ലോ. ഇനി രണ്ടുപേർക്കും എന്തെങ്കിലും? ഏയ്, ഒന്നും ഉണ്ടാവില്ല. നന്ദു, ടെൻഷനാവാതെ. കാശിയേട്ടാ, അവിടേക്ക് നോക്ക്. അത് പ്രിയമോളുടെയും സ്നേഹമോളുടെയും ബാഗല്ലേ? കാശിയും നന്ദുവും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. കാശിയേട്ടാ, കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്, നന്ദന പറഞ്ഞു. റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഞരക്കം കേട്ട് നന്ദനയും കാശിയും അങ്ങോട്ടേക്ക് ചെന്നു. മോളെ. കാശി പ്രിയയെയും സ്നേഹയും അവൻ്റെ മാറോട് അണച്ചു പിടിച്ചു. നന്ദു, കാറിൽ നിന്ന് വെള്ളം എടുക്ക്. നന്ദു വെള്ളം കൊടുന്നതും കാശി രണ്ടുപേരുടെയും മുഖത്തേക്ക് വെള്ളം തളിച്ചു. കാശിയേട്ടാ. രണ്ടുപേരും കാശിയെ കണ്ടതും അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. എന്താടാ, എന്താ പറ്റിയേ? അത് സ്നേഹം നടന്ന കാര്യങ്ങളെല്ലാം കാശിയോടും നന്ദനയോടും പറഞ്ഞു. കാശിയേട്ടാ, ഇതിലെന്തോ ഉണ്ട്. ഐസ്ക്രീം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? നന്ദന ചോദിച്ചു. കാശി, അവരെ കണ്ടെത്തിയോ? അവരെവിടെയാ? ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വരാം. ആ. കോള് കട്ട് ചെയ്ത് ജിതിനും മഹിയും അങ്ങോട്ടേക്ക് തിരിച്ചു. അവരെ കണ്ടതും വേഗം പോയി ജിതിൻ സ്നേഹയ്ക്കും മഹി പ്രിയക്കും ഒന്ന് കൊടുത്തു. എവിടെ ആയിരുന്നടി? ഞങ്ങൾ എത്ര പേടിച്ചെന്നറിയോ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് പറയാമായിരുന്നില്ലേ? മഹി ദേഷ്യത്തോടെ പ്രിയയെ പിടിച്ച് പിറകിലേക്ക് തള്ളി. മോളെ. മഹിയേട്ടാ, കാര്യം അറിയാതെയാണ് നിങ്ങൾ അടിക്കുന്നേ. മഹിയോടും ജിതിനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വാട്ട്? എന്നിട്ട് അവരെ കണ്ടെത്തിയില്ലേ? ഇല്ല, ആരാണെങ്കിലും അവരെ വെച്ചേക്കില്ല ഈ കാശിനാഥൻ. ജിതിനും മഹിയും രണ്ടുപേരെയും നോക്കി. അവർ മുഖം വീർപ്പിച്ച് കാറിൽ കയറിയിരുന്നു. മഹിയേട്ടാ, വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിലെത്തിയതും വൈദേഹിയും നിർമ്മലയും രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. മക്കൾ വാ, സ്വർണ്ണല്ലേ പോയത്? എൻ്റെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ. രണ്ടുപേരും ഫ്രഷായി വാ. സാന്ദ്രയും മീരയും ഈ വിവരമറിഞ്ഞ് ഷോക്കായി. ഒരു ഐസ്ക്രീം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? എന്നാലും രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. നിങ്ങൾ കഴിച്ചോ? ഇല്ല. വാ, നമുക്കെല്ലാവർക്കും കഴിക്കാം. എല്ലാവരും ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്താ? ഓ, കലിപ്പിലാണല്ലോ. സോറി. പോയി പള്ളി പറ. എന്താ രണ്ടെണ്ണം ഒരു സംസാരം? ഏയ്, അതച്ചാ, പ്രിയയ്ക്ക് ചപ്പാത്തി വേണോ എന്ന് ചോദിക്കുകയായിരുന്നു അല്ലേ പ്രിയ? അതിനവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഇതൊക്കെ കണ്ടിട്ട് കാശിക്കും നന്ദുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. സ്നേഹമോളെന്താ കഴിക്കാത്തേ? കഴിക്ക്, നന്ദന പറഞ്ഞു. എനിക്ക് വേണ്ട ഏട്ടത്തി, വിശപ്പില്ല, അതുകൊണ്ടാണ്. സ്നേഹം എണീക്കാൻ നോക്കിയതും ജിതിൻ അവളെ ബലമായി പിടിച്ചിരുത്തി. അവളുടെ തുറിച്ചുനോട്ടം ഗൗനിക്കാതെ പ്ലേറ്റ് എടുത്ത് അതിലുണ്ടായിരുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും അവൾക്ക് വായിൽ വെച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ പിണക്കം അവർ കണ്ണുകളിലൂടെ പറഞ്ഞു ഒത്തുതീർപ്പാക്കി. ഏട്ടാ, ഇതെങ്ങോട്ടാ? കാശി മഹിയോടായി ചോദിച്ചു. അത് ഞാൻ അടുക്കളയിൽ നിന്ന് ബൗളിൽ ചപ്പാത്തി പ്രിയക്ക് വാരിക്കൊടുക്കാൻ അല്ലേ? പ്രിയ മഹിയുടെ എക്സ്പ്രഷൻ കണ്ട് ചിരി പൊട്ടി. അതെ, എനിക്കാരും വാരി തരുന്നും വേണ്ട. പിന്നെ മഹിയേട്ടനോട് എനിക്ക് പിണക്കമൊന്നുമില്ല. അത് പറഞ്ഞ് പ്രിയ കൈ കഴുകി റൂമിലേക്ക് പോയി. കാശി റൂമിലേക്ക് ചെന്നപ്പോൾ നന്ദന കാര്യമായ ആലോചനയിലാണ്. എന്താണ് ഭാര്യ ആലോചിക്കുന്നത്? അത് കാശിയേട്ടാ, ശത്രുക്കൾ നമുക്ക് ഇനിയും ഉണ്ട്. ഇന്ന് നമ്മൾ കണ്ടതുകൊണ്ട് രണ്ടുപേർക്കൊന്നും പറ്റിയില്ല. അല്ല, ആരായിരിക്കും അവർ? നന്ദന ചോദിച്ചു. നന്ദു, ശത്രുക്കൾ ഉണ്ടെന്ന് എനിക്കും അറിയാം. അവരുടെ പതനം ഈ കാശിനാഥൻ്റെ കൈകളിൽ നിന്നുമായിരിക്കും. കാശിയേട്ടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നന്ദു കാശിയോടായി പറഞ്ഞു. നിന്നെ ഇന്ന് ഞാൻ ഉറക്കാം, ഇങ്ങ് വാടി. നന്ദന നേരെ കാശിയുടെ മേലേക്ക് വീണു. അവൻ്റെ പ്രണയത്തോടെയുള്ള നോട്ടം കണ്ടതും നന്ദനയുടെ കവിളുകൾ ചുവന്നു തുടുത്തു. കാശി നന്ദനയുടെ അതിരങ്ങൾ നുണയാൻ നിന്നതും ഫോൺ കോൾ വന്നു. ഈ നേരത്ത് ആരാണാവോ? കാശി ഒരു ഈർഷ്യയുടെ ഫോൺ എടുത്തു. ഹലോ, ആരാ? ഇത്ര പെട്ടെന്ന് തന്നെ മറന്നോ കാശി? വശ്യമായ ശബ്ദത്തോടെ ശ്രേയ ചോദിച്ചു. ഇവളായിരുന്നോ? ഇവൾക്ക് ഉറക്കമൊന്നുമില്ലേ? പാതിരാത്രി വിളിച്ചോളും ഓരോ മാരണങ്ങൾ. നന്ദന ദേഷ്യത്തോടെ മുഖം തിരിച്ചിരുന്നു. എന്തിനാ ശ്രേയ ഇപ്പോൾ വിളിച്ചേ? കാശി രാത്രി വിളിച്ചതിന് സോറി. നാളെ നമുക്കൊരിടം വരെ പോവണം. എങ്ങോട്ട്? അത് ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ്. ഓക്കെ, എപ്പോഴാണ് പോവണ്ടേ? ഒരു 10 മണിക്ക് വന്നാൽ മതി. ഓക്കെ, ഞാൻ വരാം. കാശിയേട്ടാ. എന്തിനാ പുട്ടിഭൂതം വിളിച്ചേ? കാശിയേട്ടൻ പോവേണ്ട. നന്ദു, പോയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിക്ക് തന്നെ അതൊരു മോശപ്പേരാവും. നന്ദു ഉറങ്ങിക്കോ, ഞാൻ ഇപ്പോൾ വരാം. നന്ദനെ പുതപ്പിച്ച് കിടത്തിയിട്ട് കാശി ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. ആ കാശി, പറ. എന്താ കാശി ഒന്നും മിണ്ടാതെ? അജു, നാളെ ഒരു 8 മണിക്ക് എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഓക്കെ. എടാ, എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ നാളെ പറയാം. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാശി രാവിലെ തന്നെ പോവാനായി റെഡിയായി വന്നു. മഹിയേട്ടാ, ജിതിൻ, നമുക്കൊരിടം വരെ പോവണം. എങ്ങോട്ടാണ്? പറയാം. അവർ പോയത് ബീച്ചിലേക്കായിരുന്നു. എന്താടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ.
നമുക്ക് തുടച്ചു നീക്കാൻ ഒരു ശത്രു കൂടിയുണ്ട്. കാശി പറയുന്നത് കേട്ടതും എല്ലാവരും കാശിയെ സംശയത്തോടെ നോക്കി. ശത്രുവോ? ആര്? ശ്രേയ. അവൾ ആരാ? നയനയുടെ ചേച്ചി. വാട്ട്? അവൾ കളത്തിലേക്ക് ഇറങ്ങി. അവൾ നമ്മുടെ ഓഫീസിൽ പുതിയ പ്രൊജക്റ്റായി വന്നിട്ടുണ്ട്. അതിലൂടെ എന്നെ സ്വന്തമാക്കാനാണ് അവളുടെ പ്ലാൻ. ഈ കാര്യം നന്ദുമോൾക്ക് അറിയോ? ജിതിൻ ചോദിച്ചു. ഇല്ല, അവളെ എന്നിൽ നിന്ന് അകറ്റാനാണ് ശ്രേയയുടെ പ്ലാന്. അത് ഈ കാശിനാഥൻ ജീവിക്കുന്നത് വരെ നന്ദുവിനെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രേയയ്ക്ക് എന്നല്ല ആർക്കും പറ്റില്ല. അജു, നീ ഒരു പോലീസല്ലേ? ശ്രേയ ഒരു ക്രിമിനലാണെന്നാണ് എൻ്റെ ഒരു സംശയം. അവൾ എന്ത് പ്രൊജക്റ്റാ ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടേ ഇനി എനിക്കൊരു വിശ്രമമുള്ളൂ. ഓക്കേടാ. അല്ല, ബിനോയിനെയും അരുണിനെയും വിജയിനെയും ഈ കാര്യം അറിയിക്കണ്ടേ? ഞാൻ പോവാം. ഇനിയാണ് യഥാർത്ഥ ഗെയിം തുടങ്ങുന്നത്. കാശിയേട്ടാ, എവിടെയായിരുന്നു? ആ പുട്ടിയുടെ അടുത്തായിരുന്നോ? ദേ, ഞാൻ പറഞ്ഞേക്കാം, കാശിയേട്ടൻ ആ പുട്ടിയുടെ അടുത്ത് അത്രയ്ക്ക് സംസാരമൊന്നും വേണ്ട. അന്നേ എനിക്ക് അതിൻ്റെ ഒരു സംസാരം കണ്ടപ്പോൾ ഒന്ന് കൊടുക്കാനാണ് തോന്നിയത്. ഹോസ്പിറ്റലായിപ്പോയി, അല്ലെങ്കിൽ അതിനെ ചുമരിന്ന് വടിച്ചെടുത്തേനെ. നന്ദു ദേഷ്യത്തോടെ പറഞ്ഞു. കാശി ഒരു ചിരിയോടെ നന്ദുവിനെ ഇറുകെ പുണർന്നു. അവളുടെ കിതപ്പ് മാറുന്നതുവരെ കെട്ടിപ്പിടിച്ചു. ഏട്ടോയ്, ഇത് ബെഡ്റൂമല്ല, ഹോളാണ്. കയ്യിലൊരു ബൗളായി സ്നേഹ ആളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, ഇതെൻ്റെ ഭാര്യയാണ് കേട്ടോ. അല്ല, 24 മണിക്കൂർ നിന്റെ കയ്യിൽ ഓരോന്നുണ്ടാവുമല്ലോ, എന്നിട്ട് തടി വെക്കുന്നതും ഇല്ല. അതെൻ്റെ ശരീരം അങ്ങനെ ആയത് എൻ്റെ കുറ്റാണോ? നന്ദന ചിരിച്ചുകൊണ്ട് പോവാൻ നിന്നതും പെട്ടെന്ന് അവൾ തല ചുറ്റി താഴേക്ക് വീണു. അയ്യോ ഏട്ടത്തി! കാശി തിരിഞ്ഞു നോക്കിയതും നന്ദന നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. നന്ദു! കാശിയുടെ ശബ്ദം കേട്ടതും അടുക്കളയിൽ നിന്നും വൈദേഹിയും നിർമ്മലയും ഹാളിലേക്ക് വന്നു. അയ്യോ, മോൾക്ക് എന്താ പറ്റിയേ? അറിയില്ല അമ്മേ, നീ മഹിയെ വിളിക്ക്. അല്പസമയം കഴിഞ്ഞ് ജിതിനും മഹിയും വീട്ടിലേക്കെത്തി. നന്ദുമോൾക്ക് എന്താ പറ്റിയേ? ജിതിൻ ആകുലതയോടെ ചോദിച്ചു. അറിയില്ലടാ, തല ചുറ്റി വീണു. മഹി നന്ദനയെ പരിശോധിച്ചു. കാശി ടെൻഷനോടെ ഇരിക്കുവാണ്. മഹിയേട്ടാ, എന്താ എൻ്റെ നന്ദുവിന് പറ്റിയേ? മഹി വേഗം കാശിയുടെ കോളർ പിടിച്ചു. എന്താ ഏട്ടാ? എന്താന്നോ മോൾ ഈ അവസ്ഥയിൽ എത്തിച്ചതും പോരാണ്ട് എന്താണെന്ന്? ഏട്ടാ, ഒന്ന് തെളിച്ചു പറ. എന്നാലും എൻ്റെ കാശി, നീ ഇത്ര ഫാസ്റ്റാണെന്ന് അറിഞ്ഞില്ല. ഏട്ടാ, ആകെ ടെൻഷനോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഏട്ടൻ പറയുന്നുണ്ടോ? അത് ഞാനല്ല പറയേണ്ടത്, അകത്തുണ്ട്, അവൾ പറയും. നന്ദുമോളെ, എന്താടാ പറ്റിയേ? ഞാൻ പറഞ്ഞതല്ലേ കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിക്കാൻ. അയ്യോ നിർത്ത്, ഇത് ആഹാരം കഴിക്കാത്തത് കൊണ്ടൊന്നും അല്ല. പിന്നെ അന്ന് ഹോസ്പിറ്റൽ വെച്ച് കാശിയേട്ടനൊരു കാര്യം ചോദിച്ചില്ലേ? എന്ത്? സത്യാണോ? കാശി നന്ദുവിനെ ഇറുകെ പുണർന്നു. മഹി, എന്താടാ? മോൾക്കെന്താ? അപ്പച്ചി ഒരു അച്ചമ്മയാവാൻ പോണു. ആണോ? അപ്പോൾ ഞാൻ മാമിയും അല്ലേ ഏട്ടാ? സ്നേഹയുടെ ഡാൻസ് കണ്ട് ജിതിൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു.